ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ദിവസമാണ്. രാവിലെ 6 മണിയായപ്പോഴത്തേക്കും അച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഒരു 8:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം എനിക്ക് ചെയ്യാനുള്ള പണികളെല്ലാം ചെയ്തു തീർക്കാനായിട്ട് പറ്റും. ആദ്യത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് തുണി അലക്കലാണ്. ഒരു സെറ്റ് തുണി ഞാൻ ഓൾറെഡി വാഷ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലിക്വിഡ് ഞാൻ ഇടാനായിട്ട് പോവാണ്. ഇനി തുണിയുടെ കാര്യം വാഷ് മെഷീൻ നോക്കിക്കോളും. അപ്പം ബാക്കി പണി നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. അതിൻ്റെ മുന്നേ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. നമ്മുടെ മിക്ക ഡേ ഇൻ മൈ ലൈഫിലും ഏകദേശം സെയിം വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ. ഒന്നിൽ കർട്ടൻ ഓപ്പണിംഗ്, അല്ലെങ്കിൽ വിൻഡോ ഓപ്പണിംഗ്, അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ, അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒക്കെ. ആകെ വെറൈറ്റി ആയിട്ട് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സെക്ഷൻ ആയിരിക്കും. ഞാൻ സത്യം പറഞ്ഞ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുന്നത്. കാരണം ഞാൻ വലിയൊരു മൂഡിലൊന്നും അല്ലായിരുന്നു. കഴിഞ്ഞ 4 ദിവസം എനിക്ക് കണ്ടിന്യൂസ് വർക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒറ്റൊരു ഓഫാണ് കിട്ടിയത്. അപ്പോൾ 4 ദിവസത്തെ ആ ഒരു ക്ഷീണം എനിക്ക് എന്തായാലും നല്ല രീതിയിലുണ്ട്. പക്ഷേ ക്രിസ്മസ് പ്രമാണിച്ച് 25 ഡേയ്സ് കണ്ടിന്യൂസ് വ്ളോഗ് ആയതുകൊണ്ട് ഒരു ദിവസം ഞാൻ മിസ്സായി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കണക്ക് തെറ്റും. അതുകൊണ്ട് മാത്രമാണ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തത്. കോഫി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ എന്നെ ഒരാൾ വിളിച്ചു. അത് വീടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി ഇപ്പം സെറ്റായിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു സാധനമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, നൂഡിൽസ്. എനിക്ക് നല്ല രീതിയിൽ ഒരിടയ്ക്ക് നൂഡിൽസ് ക്രേവിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു വ്ളോഗിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് നമുക്ക് കെറ്റിലൊരു പണിയും തന്നത്. അതുകൊണ്ട് അന്ന് നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഇന്ന് എന്തുകൊണ്ട് ഒരു നൂഡിൽസ് ഉണ്ടാക്കിക്കൂടാ, എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. എനിക്ക് പിന്നെ ഒരു പ്ലെയിൻ നൂഡിൽസ് ആയിട്ട് തന്നു കഴിഞ്ഞാലും ഞാൻ തിന്നും. കാരണം എനിക്ക് നൂഡിൽസ് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതിനൂടെ എനിക്ക് വെജിറ്റബിൾസ് വന്നാലും ഇല്ലേലും ഒരു പ്രശ്നമില്ല. ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്ലെയിൻ നൂഡിൽസാണ്. ആദ്യം ഞാൻ ഓർത്തു ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലോ എന്ന്. കാരണം എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചൊരു ബിസ്ക്കറ്റാണേ. അപ്പോൾ ഞാൻ ജിഞ്ചറിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ തിന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ 2 ബിസ്ക്കറ്റ് ഒന്ന് തിന്ന് വന്നപ്പോഴത്തേക്കും നൂഡിൽസൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം വേണ്ടാത്തൊരു രീതിയിലാണ് എനിക്ക് നൂഡിൽസ് വേണ്ടത്. അപ്പോൾ ഇന്നൊരു പ്ലാന്റ് കെയർ ദിവസമായിരുന്നു. ഞാൻ എല്ലാ ചെടികൾക്കും അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇൻഡോറും ഔട്ട്ഡോർ പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ. പ്ലാന്റ് കെയറിൻ്റെ ഒക്കെ ആ ഒരു ടൈമിൽ എവിടെയെങ്കിലും ഡ്രൈ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുതിയതായിട്ട് കിളുത്ത് വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നൊരു ടൈമായിരിക്കും. ഇന്ന് എന്തായാലും അത്യാവശ്യം ഒരു വെയിലൊക്കെ ഉള്ള ഒരു ദിവസമായതുകൊണ്ട് ഇതെന്തായാലും പെട്ടെന്നൊന്ന് ഉണങ്ങിയൊക്കെ കിട്ടും. അതുകൊണ്ട് മോയ്സ്ചർ എന്തായാലും വീടിനകത്ത് കെട്ടിയെടുക്കത്തില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഉണങ്ങി കിടന്ന ആ ഒരു ഐറ്റം. അപ്പോൾ ഇത് ആ വലിയ ചെടിയുടെ കുറച്ച് ലീവ്സൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. വേറൊരു സൈഡിൽ ഞാൻ പ്ലാന്റ് പോട്ട്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഒരുമിച്ച് അതിൻ്റെ എടുത്ത് വെക്കാമല്ലോ. വാഷ് മെഷീനകത്ത് വെച്ച തുണികളെല്ലാം ഏകദേശം ഒന്ന് അലക്കി സെറ്റായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ എന്തായാലും നേരത്തെ വിരിച്ചിട്ട് തുണികളെല്ലാം മടക്കി വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ഓരോന്ന് ഞാൻ മടക്കി വെച്ചിട്ട് റൂമിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. തുണിയുടെ സെക്ഷന് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്താലേ നടക്കത്തുള്ളൂ. കാരണം ഞാൻ തന്നെ അടുക്കി വെക്കുമ്പോഴായിരിക്കും എനിക്ക് കുറച്ചും കൂടെ ഒക്കെ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അപ്പോൾ ആ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വാഷ് മെഷീനകത്ത് വെച്ച ആ തുണികളെല്ലാം അലക്കി അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമുക്ക് വിരിച്ചിട്ടാലോ. എന്നിട്ട് വേണം ഇനി അടുത്ത സെറ്റ് തുണി എനിക്ക് ഒന്നും കൂടെ വാഷ് മെഷീനകത്ത് ഇടാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ നമുക്ക് 3 പ്രാവശ്യം വാഷ് മെഷീൻ ഒന്ന് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. കാരണം 3 സെറ്റ് തുണികളാണ് എനിക്ക് അലക്കാനായിട്ടുള്ളത്. ഡ്യൂട്ടിയുള്ള ദിവസങ്ങളാണെങ്കിൽ ഈ അലക്കൽ പരിപാടികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഓഫ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ തുണികളെല്ലാം അലക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് 4 ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയതുകൊണ്ട് ആ ഒരു 5 ദിവസത്തെ ഗ്യാപ്പിൽ ഞാൻ തുണി അലക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഇന്നാണ് ഞാൻ തുണിയൊന്ന് അലക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 2ാമത്തെ സെറ്റ് തുണി അങ്ങനെ വാഷ് മെഷീനകത്ത് കയറിയിട്ടുണ്ട്. ഇനി അടുത്തെൻ്റെ പണിയെന്ന് വെച്ചാൽ ഈ ഒരു ക്ലോത്ത് ഹാങ്ങർ ഫിറ്റിംഗ് ആണ്. അതൊന്ന് ഇളകി വന്ന സമയത്ത് ഞാൻ ഓർത്തൊന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് ഫിറ്റ് ചെയ്യാമെന്ന്. പക്ഷെ അത് ഫിറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് വെച്ചിട്ടിരിക്കുകയാണ്. അന്നേരമാണ് ഞാൻ ഓർത്ത് ഇന്നത്തെ പരിപാടികൾ എഴുതുന്നൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രോസറി ഷോപ്പിംഗ് ഇന്ന് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് ഒട്ടും വെളിയിൽ ഇറങ്ങാനുള്ള ആ ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഓർഡർ ചെയ്യാമെന്ന്. ഇത് ക്ലോത്ത്സ് ഒക്കെ ഹാങ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ പല കടകളിൽ നിന്നാണ് മേടിച്ചത്. ഇത് പ്രൈമാർക്കിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ 2 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇത് ഞാൻ ഷീനിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിങ്ങനെ വളഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൊള്ളത്തൊന്നുമില്ല. പക്ഷെ ഇത് 1 വർഷം കണ്ടായി ഇത് മേടിച്ചിട്ട്. പിന്നെ ഉള്ളത് ഈ ഒരു സാധനമാണ്. ഇതും ഷീനിൽ നിന്നാണ് മേടിച്ചത്. ഇത് പക്ഷേ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിന് കട്ടിയുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഡോറിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഡോർ അടയത്തില്ല. ആ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇത് വെച്ചാലും ഈ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ച് ഇത് വെച്ചാലും ഡോർ അടയുന്നുണ്ട്.
ഈ ഒരു സാധനം മാത്രം ഡോർ അടയത്തില്ല. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. കട്ടിയുള്ള ക്ലോത്തും പിന്നെ ഹെവി ആയിട്ടുള്ള ബാഗൊക്കെ ഇതിനകത്ത് തൂക്കിടാനായിട്ട് പറ്റും. അപ്പം ഇത് ഞാൻ ഞങ്ങളുടെ റൂമിലെ ഡോറിലൊന്ന് ഞാൻ ഇതുമായിരുന്നു തൂക്കി വെച്ചത്. ഈ ഒരു സാധനമായിരുന്നു തൂക്കി വെച്ചത്. ഇപ്പം അത് മാറ്റാമെന്ന് വെച്ചു. ഈ ഒരു സാധനവും അല്ലെ ഇതിൻ്റെ 2 എണ്ണം മാത്രം തൂക്കി വെക്കാന്നുള്ള രീതിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഞാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഡോറിൽ ആണെങ്കിൽ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അത് അടയുന്നില്ല. ഇങ്ങനെ ആവുമ്പം സ്റ്റക്കായിരിക്കുന്നുണ്ട്. കണ്ട, കിച്ചണിലെ ഡോറിൽ ഇത് വെച്ചപ്പോൾ ഇത് അടയുന്നുണ്ടായിരുന്നു. കിച്ചൺ ഡോർ അടയുന്നുണ്ടായിരുന്നു. പക്ഷെ റൂമിലെ ഡോറിൽ ചിലപ്പോൾ മുകളിൽ അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അടയാതിരിക്കുന്നത്. ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. ഞാൻ നേരത്തെ ഒന്ന് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കിയതാണ്. പക്ഷെ പറ്റുന്നില്ല, ഇത് ആടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ നല്ല തണുപ്പത്തിരിടുന്നുള്ള കോട്ടുകളൊക്കെ തൂക്കിടാം. ക്ലോത്ത് ഹാങ്ങർ ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഊബർ ഈറ്റ്സിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ എടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പാലൊക്കെ മേടിക്കാണ്ടായിരുന്നു. പാലും ഉള്ളിയൊക്കെ തീർന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ചു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓയിലൊക്കെ മേടിക്കാനായിട്ടായിരുന്നു ഞാൻ ശരിക്കും ഓർഡർ ചെയ്തത്. അങ്ങനെ അതും മേടിച്ചു. പിന്നെ പോപ്കോൺ മേടിച്ചു. പോപ്കോൺ എനിക്ക് ഈയിടെയായിട്ടാണ് കേട്ടോ കുറച്ചുകൂടെ ഒരു ഇഷ്ടമൊക്കെ തോന്നിയത്. ഞാൻ നേരത്തെ ഒന്നും അങ്ങനെ അത്രയൊന്നും തിന്നത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ മുട്ടയൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് അടുക്കി വന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ സെറ്റ് തുണികളെല്ലാം വാഷായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ ഷൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടാണ്. ഇത് 2-3 ദിവസമായിട്ട് ഞാൻ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇതിലെനിക്ക് 2-3 ഷൂസ് എടുത്ത് മാറ്റാനായിട്ടുണ്ട്. ഈ ഒരു ഷൂവും ഈ താഴെ ഇരിക്കുന്ന ഷൂ എനിക്കെടുത്ത് മാറ്റണം. പിന്നെ അതിൽപ്പെടുന്ന ഷൂ ആണ് ഇത്, ഡ്യൂട്ടിക്ക് കൊണ്ടുവന്ന ഷൂ ആണ്. പിന്നെ അച്ചുവിൻ്റെ ഷൂ, വേറൊരു ഷൂവും കൂടെ എടുത്ത് വെക്കാനായിട്ടുണ്ട് ഇവിടെ. അപ്പം അതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പൊ ഷൂസ് ഞാനിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. താഴെ ഇരിക്കുന്നത് വാഷ്റൂമിൽ ഇടുന്ന സ്ലിപ്പേഴ്സ് ആണ്. പിന്നെ ബാക്കി എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസ് ആണ്. പിന്നെ അച്ചുവിൻ്റെ ഷൂ ഉണ്ട്. അത് അച്ചു ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് ഇപ്പം ആ ഷൂ പോയിട്ടുണ്ട്. അപ്പൊ ആ ഷൂ എവിടെയെങ്കിലൊക്കെ വന്നിരുന്നോളും. 2 സ്പേസ് അവിടെ ഇരിപ്പുണ്ട്. 2 ഷൂസ് വെക്കാനുള്ള സ്പേസ് ഇരിപ്പുണ്ട്. ഇതിപ്പം ക്ലീൻ ചെയ്തതിന്റെ പൊടിയാണ് ഇത്രയും. ഈ 2 ഷൂസ് ആണ് ഞാൻ എടുത്തു വെക്കാനായിട്ട് ഇരിക്കുന്നത്. ഇത് ഞാൻ എടുത്തു വെക്കുന്നത് ഇങ്ങനത്തെ ഒരു കവറിലാണ് കേട്ടോ. തെമുവിൻ്റെ ഒക്കെ ഒരു കവർ കാണുമല്ലോ. അപ്പൊ അതിന്റെ ഒരു സിപ്പ് ലോക്ക് കവേഴ്സിലായിരിക്കും ഈ ഷൂസ് ഒക്കെ ഞാൻ അടുക്കി വെക്കുന്നത്. അത് ഞാൻ പണ്ട് തൊട്ട് തുടങ്ങിയ ഒരു ശീലമാണ്. അതാകുമ്പോൾ ഷൂസിന്റെ സ്മെല്ല് അങ്ങനെ വരത്തില്ലല്ലോ. അപ്പോൾ ഈ ഷൂസ് എല്ലാം ഞാൻ ഇങ്ങനത്തെ ഒരു സെക്ഷനിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിപ്പം എൻ്റെയും അച്ചുവിൻ്റെ ഒക്കെ ഉണ്ട്. സമ്മറും വിൻ്ററിലും ഇടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എല്ലാം ഇങ്ങനെ മിക്സാക്കി ഒരു കവറിലാക്കിയാണ് വെച്ചേക്കുന്നത്. ഇനി അടുത്തെൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ ലൈറ്റ് ഫിക്സിംഗ് ആണ്. അപ്പം 2 ദിവസമായിട്ട് ബെഡ്റൂമിലെ ലൈറ്റ് ഓഫായിരുന്നു. അപ്പോൾ അതിൻ്റെ ബൾബൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ അതിനൊന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വെച്ചാൽ ആ ഒരു ഔട്ടർ പോർഷൻ. അപ്പോൾ അതും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്തു എന്നാൽ ഒന്ന് കുളിച്ചിട്ടൊക്കെ ഒന്ന് വന്നാലോ എന്ന്. കാരണം ഇത്രയും പൊടിയുടെ അകത്തിരുന്ന് പണിയൊക്കെ ചെയ്തതല്ലേ. അങ്ങനെ കുളിച്ചൊക്കെ ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റലാണ്. ഞാൻ ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വെച്ചു. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ വെക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ടാണ്. കാരണം എല്ലാ മാസം ഒരിക്കലല്ലേ ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ അവിടോട്ടം കയറ്റി വെച്ചതാണ് നേരത്തെ വന്ന സമയത്ത്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാന്ന് വെച്ചു. ഇതായിരുന്നു നമ്മുടെ നേരത്തെ കളറ്. ഇതൊക്കെ ഒന്ന് മാറ്റാന്ന് വെച്ചു. ഡുവേ കവറും മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പ്രാവശ്യത്തെ നമുക്ക് ക്രിസ്മസ് തീമിലൊരു ബെഡ്ഷീറ്റ് ഇടാം. ഞാൻ ബെഡ്ഷീറ്റ്സും അതിൻ്റെ പില്ലോ കവേഴ്സും പിന്നെ സോഫയുടെ കുഷൻ കവേഴ്സൊക്കെ ഞാൻ വെച്ചേക്കുന്ന ഈ ഒരു ബോക്സിനകത്താണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഒരു ഗ്രീൻ തീമിൽ ആക്കാമെന്ന് വെച്ചു. കാരണം ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പം ഗ്രീൻ തീം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു രീതിയിൽ ആക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഡുവേ കവറൊക്കെ എടുത്തു. പഴയ ഡുവയെ ഞാൻ മടക്കി ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്ക് സോഫയുടെ മുകളിലോട്ട് വെക്കാമെന്ന്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ആ ഡുവേനെ കൊണ്ടുവരാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് കവർ ഞാൻ തെമൂന്ന് ഓർഡർ ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് തെമൂന്ന് ഒരു ബെഡ്ഷീറ്റ് മേടിക്കുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് ഈ ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല ബെഡ്ഷീറ്റ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. മെറ്റീരിയൽ ഒരു വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ഒരു കളറ് മേടിച്ചത്. പക്ഷെ തെമു നമ്മളെ ചതിച്ചു കേട്ടോ. ഇതിൻ്റെ കൂടെ പില്ലോ കേസ് ഉണ്ടായിരുന്നു. പക്ഷെ പില്ലോ കേസ് അവർ തന്നില്ല. ഇത് വേറെ ഒരു ഡുവയുടെ പില്ലോ കേസാണ് ഇത്. ഇതിൻ്റെ പില്ലോ കേസ് ഞാൻ കിടന്നതപ്പോൾ എനിക്ക് ആകെ ഒറ്റൊരെണ്ണം കിട്ടില്ല. എനിക്ക് വേറെ ഒരെണ്ണം കിട്ടിയില്ല. ഞാൻ യൂഷ്വലി ബെഡ്ഷീറ്റും പില്ലോ കേസൊക്കെ ഒരുമിച്ചായിരുന്നു വെച്ചോണ്ടിരുന്നത്. പക്ഷെ ഇതിൻ്റെ മാത്രം എനിക്കറിയത്തില്ല എന്തുകൊണ്ടാവും ഒറ്റ പില്ലോ കേസായിട്ട് മാത്രം മിസ്സിങ് ആയെന്ന്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം അതുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് വേണ്ടി ഇതിൻ്റെ ഒരു വേറൊരു ഡുവേ കവറിൻ്റെ പില്ലോ കേസാണ് ഇട്ടേക്കുന്നത്. എന്തായാലും
ഓവറോൾ ലുക്ക് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഗ്രീൻ തീമായിരുന്നു കൊടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തത്, കാരണം ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പം ഞാൻ ഓർത്ത് പിന്നെ ഫുൾ ഗ്രീൻ ആയിട്ട് കിടക്കട്ടെ എന്ന്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു പരിപാടിയിലോട്ട് പോവാം. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം സന്ധ്യയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ വീടിനകത്തുള്ള ആ ഒരു ഡെക്കോർസ് ഒക്കെ ഒന്ന് കത്തിച്ചാലോ എന്ന്. അങ്ങനെ ക്രിസ്മസ് ട്രീ ആദ്യമായി ഞാൻ കത്തിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഓരോ ഫെയറി ലൈറ്റ്സാണ് ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി എല്ലാം അങ്ങോട്ട് ലൈറ്റ്സും ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ രാവിലെ പ്ലാൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് പ്ലാന്റ്സിനെല്ലാം തിരിച്ച് പോട്ടിനകത്ത് എടുത്ത് വെക്കാമെന്നുള്ളത്. അതാകുമ്പം അത്രയും പണികളൊന്നും തീർന്നു കിട്ടുമല്ലോ. അതിൻ്റെ ഓരോരോ പോട്ടിൽ പോയി കഴിഞ്ഞാൽ ഓരോ പ്ലാന്റുകൾ വീട്ടിൽ പോകുന്ന പോലെയുള്ള രീതിയിലാണല്ലോ. പ്ലാന്റ്സിനെ ഓരോ പോട്ടിലാക്കി വെച്ചിട്ട് വേണം എനിക്കിനി വീട്ടിലെ കിച്ചൺ വേസ്റ്റുകൾ എല്ലാം ഒന്ന് കൊണ്ട് കളയാനായിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കളഞ്ഞിട്ട് വന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം കർട്ടൻ പതുക്കെ ഒന്ന് ക്ലോസ് ചെയ്യാമെന്ന് വെച്ചു. കാരണം എനിക്ക് കളയുന്ന ആ ഒരു ടൈമിൽ എനിക്ക് വെളിയിൽ നിന്ന് നോക്കണമായിരുന്നു എങ്ങനെയായിരിക്കും ലൈറ്റ്സ് ഇട്ടാൽ കാണാൻ രസമാണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ അതൊക്കെ വേണ്ട കർട്ടനൊക്കെ അടച്ചു. ഇനിയിപ്പോൾ എനിക്ക് ചോറ് വെക്കണം. അപ്പം ചോറ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിനി കുക്കർ വിസിലടിച്ച് മാത്രം അടിച്ചാൽ മതി. ഇനി ആ ഒരു ടൈമിൽ ഞാൻ ഓർത്തു ഒരു ഗിഫ്റ്റൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. കാരണം ക്രിസ്മസ് അല്ലേ, അപ്പോൾ പല ആൾക്കാർക്ക് നമ്മൾ എന്തായാലും ഗിഫ്റ്റൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഇതൊരു ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റാണ്. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്തു. ഏകദേശം എല്ലാം സെറ്റായിരിക്കുകയാണ്. ഇനിയിപ്പോൾ അച്ചു മാത്രം വന്നാൽ മതി. അച്ചു വരുന്നതിന് മുന്നേ എനിക്ക് ഇനി ആകെ ഒറ്റൊരു കാര്യം ചെയ്യാനുള്ളൂ, ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ആകെ 2 പീസ് ഡ്രം സ്റ്റിക്ക് ഉള്ളൂ. അപ്പോൾ നേരത്തെ ഇത് അച്ചു മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോയ ആ ഒരു ടൈമിൽ. അപ്പോൾ ആ ഒരു 2 ഡ്രം സ്റ്റിക്ക് ഞാൻ അവിടുത്തെ എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്ന. അതാകുമ്പം എല്ലാ പരിപാടികളും തീർന്നു കിട്ടും. ഇനി അച്ചു വന്നു കഴിഞ്ഞിട്ട് അച്ചു കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഡയറക്റ്റായിട്ട് ചോറൊക്കെ ഒന്ന് വിളമ്പിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ബിസി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇനി ഡിന്നറൊക്കെ ഒന്ന് കഴിക്കട്ടെ, ഇനി അങ്ങോട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എഴുതിയതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്. ബൈ.